ഈ മാസം 17-ാം തീയതി ഭോപ്പാലിൽ നടക്കുന്ന സ്കൂൾ ബാഡ്മിന്റന്റെ ഒരു ദേശീയ മത്സരത്തിൽ ടൂർണമെന്റിൽ പങ്കെടുക്കാൻ വേണ്ടി പുറപ്പെടുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ അവഗണന നേരിടേണ്ടി വന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ് ഈ കുട്ടികൾ ഉള്ളത്. ഏതാണ്ട് 24ഓളം പേരടങ്ങുന്ന സംഘമാണ്. ഇവർ ഇന്ന് ഉച്ചയ്ക്കുള്ള മംഗള എക്സ്പ്രസ് ട്രെയിനിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. അതിനുവേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതാണ്. അതിന് ടിക്കറ്റ് അടക്കം ശരിയാകും എന്ന് ഉറപ്പായിരുന്നു ഇവർക്ക് നേരത്തെ ലഭിച്ചത്. എന്നാൽ ഈ അവസാന നിമിഷം ഇവർക്ക് ടിക്കറ്റ് ലഭിച്ചില്ല. ഇത്തരത്തിൽ AC ടിക്കറ്റ് അടക്കം ലഭിക്കും എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ പോലും അവസാന നിമിഷം ഇവർക്ക് ടിക്കറ്റ് ലഭിച്ചില്ല. തുടർന്ന് യാത്ര മുടങ്ങിക്കിടക്കുകയാണ്. എന്തായാലും ഇപ്പോഴും ഇവരുടെ അനിശ്ചയാവസ്ഥ തുടരുകയാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇന്നിവിടെ 1:25 ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും 11:30 എത്തിയപ്പോൾ മാനേജർ പറഞ്ഞു 2 ടിക്കറ്റ് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ AC കമ്പാർട്ട്മെൻ്റ് ആയിരുന്നു. കയറിയ TT ഇറക്കി വിടും. അതുകൊണ്ട് നമ്മളാരും പോയില്ല. പിന്നെ അതിന് ശേഷം മാനേജറും എല്ലാവരും പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഇപ്പോൾ കുറേ നേരം കൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അല്ല, ഇത് നേരത്തെ തീരുമാനിച്ചൊരു ടൂർണമെൻ്റ് അല്ലേ? യാത്ര നേരത്തെ തീരുമാനിച്ചല്ലേ? പെട്ടെന്ന് വന്ന ടൂർണമെൻ്റ് ഒന്നും അല്ലല്ലോ. പെട്ടെന്ന് വന്ന ടൂർണമെൻ്റ് അല്ല. ഇവർക്ക് ഡേറ്റ് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ സ്കൂൾസ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇവരും പറഞ്ഞായിരുന്നു വെയിറ്റിംഗ് ലിസ്റ്റാണ്, പോണ സമയത്ത് ഇത് ശരിയാവുമെന്ന് പറഞ്ഞു. അപ്പം നമ്മളെല്ലാം റെഡിയായി വന്നു. ഇപ്പം പോകാൻ പറ്റില്ല. ഈ നേരത്തെ ഇത് എറണാകുളം ജില്ലയിൽ നിന്നുള്ള മാത്രം കുട്ടികളാണോ അതോ കേരളത്തിലെ വിവിധ ഭാഗത്തുനിന്ന് കുട്ടികൾ? എല്ലായിടത്തുനിന്നും ഉണ്ട്. ട്രിവാൻഡ്രത്തുനിന്നും കാസർഗോഡിൽ നിന്നും കോഴിക്കോടിൽ നിന്നൊക്കെ ഉണ്ട്. കോഴിക്കോടിൽ ഇപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുക. ഈ ട്രെയിനിൽ കയറാമെന്ന് പറഞ്ഞ് നിൽക്കുക. പിന്നെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ കയറണ്ട, ഞങ്ങൾക്ക് സീറ്റൊന്നുമില്ല, അങ്ങനെ പറഞ്ഞിട്ടാണ് അവരവിടെ നിൽക്കുക. അവരിപ്പോൾ വീട്ടിൽ പോയി കാണും. എറണാകുളത്ത് നിന്ന് കുറെ കുട്ടികളുണ്ട്. ഇനി കോഴിക്കോട് നിന്ന് കയറാനുണ്ട്. പിന്നെ തൃശ്ശൂരിൽ നിന്നും ഉണ്ട്. അങ്ങനെ ഓരോ സ്ഥലത്തുനിന്ന് അവർ കയറാന്ന് വിചാരിച്ചത്. പിന്നെ ട്രിവാൻഡ്രത്തു നിന്നൊക്കെ അവർ ഇങ്ങോട്ട് വന്ന് വേറെ ട്രെയിനിൽ നിന്ന് വന്ന് ഇവിടെ നിന്ന് കയറിയാണ് പോകുന്നതായിട്ട്. ഇന്ന് ഉച്ചയ്ക്ക് 1:30 ട്രെയിനിന് പോകാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടിക്കറ്റ് ഇല്ല എന്നുള്ള എന്തെങ്കിലും വിവരം നേരത്തെ അറിയിച്ചിരുന്നു? നിങ്ങൾ എപ്പോഴും എത്തിയതാണ്? ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇവർ പറഞ്ഞു ഇങ്ങനെ ഇതൊന്നും ശരിയായിട്ടില്ല, ടിക്കറ്റ് കൺഫേം അല്ല, 2 പേർക്കേ ആകെ കൺഫേം ഉള്ളൂ, ഞങ്ങൾ ട്രെയിനിൽ കയറിയിരിക്കുമ്പോൾ TT സമ്മതിക്കും എന്ന് പറഞ്ഞു. പക്ഷേ AC ആയതുകൊണ്ട് സമ്മതിക്കില്ല, ഞങ്ങൾക്ക് അറിയാം. പാരൻസും പറഞ്ഞു ഇല്ലാന്ന്. ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാണ്. എന്നാണ് മത്സരം? 17-ാം തീയതി. 16-ാം തീയതി റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾക്ക് 16-ാം തീയതി റിപ്പോർട്ട് ചെയ്യണം. 17-ാം തീയതി ഭോപ്പാലിൽ മത്സരം അല്ലേ? അതെ. അധ്യാപികമാരോ ആരോ ഒപ്പം ഉള്ളത്? സുജി, എന്തായാലും ഇവർക്കൊപ്പം അധ്യാപികമാരും രക്ഷിതാക്കളും ഒക്കെ തന്നെയുണ്ട്. ശരിക്കും എന്താണ് ശരിക്കും സംഭവിച്ചത്? നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നോ അതോ എന്തെങ്കിലും അറിയിപ്പ് കിട്ടിയിരുന്നോ? ബുക്ക് ചെയ്തിരുന്നു, പക്ഷെ അത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോഴാണ് 23 പേര് പോകുന്നതിൽ 23 ആണോ 24 ആണെന്ന് അറിയില്ല. 2 ടിക്കറ്റ് മാത്രമേ കൺഫേം ആയിട്ടുള്ളൂ. ഈ 2 ടിക്കറ്റ് കൺഫേം ആയ ബാക്കിയുള്ള കുട്ടികൾ ഇവർക്ക് ബാഡ്മിൻ്റൺ കിറ്റ് ഉണ്ട്, ലഗേജ് ഉണ്ട്, എല്ലാം ഉണ്ട്. പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്. ഇവർ ഇരുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ കയറിക്കോളാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ എങ്ങനെയാണ് അവസ്ഥയെന്ന് അറിയില്ല. പാരൻസും കൂടെ പോകുന്നില്ല. ഇത് പിള്ളേർക്കും അവിടെ പോയിരുന്ന് ബാഡ്മിൻ്റൺ കളിക്കണ്ടേ? അവിടെ പോയിട്ട് ടയേർഡാവില്ലേ കുട്ടികൾ? കൈയും കാലമൊക്കെ സ്റ്റിഫാവും. ഇരുന്നതൊക്കെ പോകാൻ പറ്റില്ല. ഇതിനെപ്പറ്റി ഒരു തീരുമാനം എത്രയും പെട്ടെന്ന് ഉണ്ടാവണം. അത്തരത്തിലാണ് സാഹചര്യം. അതായത് ഈ വിദ്യാർത്ഥികളുടെ യാത്ര ഇത്തരത്തിൽ അനിശ്ചയാവസ്ഥയിലായി കിടക്കുകയാണ്.